ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെമ്പാടുമുള്ള വാഹന വിപണികളിൽ ഏറ്റവും വലുത് ഇന്ത്യയിലാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന വിൽപ്പനാ ശൃംഖലകളിൽ ഒന്നിൻ്റെ ആസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. വാഹന വ്യവസായത്തിൽ 7 പതിറ്റാണ്ട് പിന്നിട്ട കുറ്റൂക്കാരൻ ഗ്രൂപ്പിലെ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് ലിമിറ്റഡിന് അവകാശപ്പെട്ടതാണ് ആ നേട്ടം. ഏറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ നേടിയെടുത്ത ജനവിശ്വാസമാണ് പോപ്പുലറിൻ്റെ വളർച്ചയ്ക്ക് കാരണം. വളർച്ചയുടെ അതിവേഗ പാതയിലൂടെ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പോപ്പുലർ. അതെ, അതിനായി മൂലധനം സ്വരൂപിക്കാൻ IPOയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സ്ഥാപനം. ഈ മഹത്തായ സംരംഭത്തിന് തുടക്കമിട്ടത് കുറ്റൂക്കാരൻ പൊറിഞ്ചു പോൾ എന്ന KP പോളാണ്. തൃശ്ശൂർ നായരങ്ങാടിയിലെ കടയിൽ പ്രതിമാസം 4 രൂപ ശമ്പളത്തിൽ കണക്കപ്പിള്ളയായാണ് 13-ാം വയസ്സിൽ ഔദ്യോഗിക ജീവിതം പോൾ ആരംഭിച്ചത്. വീട്ടിലെ മൂത്ത മകനായ പോളിന് കുടുംബം പോറ്റാൻ ആ രൂപ മതിയാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വരുമാനം കൂട്ടുന്ന മേഖലയിലേക്ക് നോട്ടമിട്ടത്. അക്കാലത്ത് തൃശ്ശൂരിൽ ഇൻഡസ്ട്രീസ് എന്ന അർത്ഥത്തിലുള്ള ഒരു വ്യവസായവും ഉണ്ടായിരുന്നില്ല. അപ്പൻ്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് പോൾ അലക്ക് കട തുടങ്ങിയത്. അമ്മയിൽ നിന്ന് വാങ്ങിയ 200 രൂപയായിരുന്നു മൂലധനം. അങ്ങനെ പോപ്പുലർ വാഷിംഗ് ഹോം പ്രവർത്തനം തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ ലാഭം 150 രൂപ. 2 വർഷത്തിന് ശേഷം ആ കട സഹോദരനെ ഏൽപ്പിച്ച് ടയർ വിൽപ്പനയും റീഡ് കണ്ടീഷനിങ്ങും നടത്തുന്ന പോപ്പുലർ ഇൻഡസ്ട്രീസ് എന്ന പുതിയൊരു സ്ഥാപനം തുടങ്ങി. ലോകമഹായുദ്ധം കഴിഞ്ഞ കാലം പട്ടാള വണ്ടികൾ ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ കൊൽക്കത്തയിലും മറ്റും പോയി ലേലത്തിൽ പങ്കുകൊണ്ടു. അങ്ങനെ കിട്ടിയ വാഹനങ്ങൾ തൃശ്ശൂർ പാവറട്ടിയിൽ കൊണ്ടുവന്ന് പാർട്സായും കൂട്ടിയോജിപ്പിച്ചും വിറ്റു തുടങ്ങി. ചാക്ക് നിറയെ കാശ് കിട്ടിയെന്നാണ് പോൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്. തുടർന്ന് 1944 പോപ്പുലർ ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന വിൽപ്പന ശൃംഖലകളിൽ ഒന്നായി മാറിയിരിക്കുന്നു ഇന്നത്. ഇത്ര വലിയ വ്യാപാര വിജയം എങ്ങനെ നേടിയെന്ന് 7-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പോളിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, അതിൽ വലിയ രഹസ്യമൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് വിജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും വിജയിച്ചുകൂടാ? അതിന് വേണ്ടത് അധ്വാനമാണ്, കാര്യക്ഷമവും ബുദ്ധിപൂർവവുമായ അധ്വാനം. തോൽവി ഉണ്ടാകാം, പക്ഷേ ആ തോൽവിയുടെ മുമ്പിൽ തല കുനിക്കരുത്. എന്തുകൊണ്ട് തോൽവിയുണ്ടായി എന്ന് കണ്ടുപിടിക്കണം. അതൊന്നും ആവർത്തിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോകണം. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, എങ്കിൽ വിജയം തീർച്ചയാണ്. ഇത് വെറുതെ പറയുകയല്ല, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു KP പോൾ. 7-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഫലമറിയാൻ കാത്തു നിന്നില്ല. ജീവിക്കാൻ ഒരു ജോലിയാണ് ആവശ്യം. ഒരു കടയിൽ ട്രെയിനിയായി ആദ്യം ചേർന്നു. ശമ്പളമില്ല, ഭാവിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയുമില്ല. 1 വർഷം അവിടെ ജോലി നോക്കി. പിന്നീട് ഒരു ചിട്ടി കമ്പനിയിൽ ക്ലാർക്കായി. 4 മാസം ജോലി ചെയ്തു. മനസ്സിന് ഒരു തൃപ്തി വന്നില്ല. പിന്നെ ഒരു പലചരക്ക് കടയിൽ അസിസ്റ്റൻ്റായി ജോലി കിട്ടി. ശമ്പളമോ മാസം കേവലം 4 രൂപ. അവിടെ 2 വർഷം ജോലി ചെയ്തു. പിന്നീട് മറ്റൊരു പലചരക്ക് കടയിൽ 3 വർഷം നിന്നു. മാസം 6 രൂപ ശമ്പളം. ഇങ്ങനെ തുച്ഛമായ പണത്തിന് വേണ്ടി അരിഷ്ടിച്ച് ജീവിക്കേണ്ടവനല്ല താൻ എന്നൊരു തോന്നൽ. ആ ജോലി വിട്ടു. വിവരമറിഞ്ഞ അപ്പൻ ദേഷ്യപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ വീണ്ടും കടയിലേക്ക് തന്നെ മടങ്ങിച്ചെന്നു. ഭാഗ്യത്തിന് അവർ സ്വീകരിച്ചു. പക്ഷേ 2 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യണം? 24 വയസ്സായി. അങ്ങനെയാണ് അലക്ക് കട തുടങ്ങാൻ തീരുമാനിച്ചത്. പലരും പരിഹസിച്ചു. എന്നാൽ പണം വരാൻ തുടങ്ങിയതോടെ കളിയാക്കിയവരിൽ പലരും അടുത്തുകൂടി പണം കടം ചോദിച്ച സംഭവങ്ങളും ഒട്ടേറെ ഉണ്ട്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതോടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അംഗീകാരം ലഭിച്ചു. അലക്കുകട കൊണ്ട് മാത്രം അടങ്ങിയിരിക്കാൻ മനസ്സ് വന്നില്ല. താമസിയാതെ സൈക്കിൾ റിപ്പയർ, ടയർ റിപ്പയർ, ബാറ്ററി റിപ്പയർ മുതലായവ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടി ആരംഭിച്ചു. അതിന് പോപ്പുലർ ഇൻഡസ്ട്രീസ് എന്ന് പേരുമിട്ടു. ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാനുള്ള അറിവും വിവരവും നിനക്കുണ്ടോ എന്ന് ചോദിച്ചവരും ഉണ്ട്. ന്യായമായ ചോദ്യം. സൈക്കിൾ ചവിട്ടാൻ മാത്രം അറിയാവുന്ന, മറ്റൊരു തൊഴിലും അറിയാത്ത പോൾ ജോലി അറിയാവുന്നവരെ തേടിപ്പിടിച്ച് തൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവരിൽ നിന്നും സ്വയം പഠിച്ചു. ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യയിൽ തന്നെ വാഹനങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. പഴയ സ്പെയർ പാർട്സിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു. ഇത് ഇറക്കുമതി ചെയ്യണം. അതിന് ലൈസൻസ് വേണം. അംഗീകൃത ഇറക്കുമതിക്കാർക്ക് മാത്രമേ അന്ന് ലൈസൻസ് എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഗുജറാത്തികളും മറാത്തികളും ഒക്കെയാണ്
ലൈസൻസിയിൽ ഏറെയും കൈയടക്കി വച്ചിരിക്കുന്നത്. ആ വ്യാപാരികൾ പണം കൂടുതൽ കൊടുത്താൽ ആവശ്യക്കാർക്ക് മറിച്ച് നൽകും. അവരുടെ സഹായത്തോടെ പുതിയ സ്പെയർ പാർട്സ് വാങ്ങി വിൽക്കാനും ഇറക്കുമതി ചെയ്യാനും ആരംഭിച്ചു. ഇതിനായി ബോംബെ പട്ടണത്തിൽ ഒരു ഓഫീസ് തുറന്നു പോപ്പുലർ. അങ്ങനെ ചരക്കുകൾ വാങ്ങാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചതോടെ അധികം താമസിയാതെ എറണാകുളത്തും പിന്നെ കോഴിക്കോട്ടും ബ്രാഞ്ചുകൾ തുറക്കേണ്ടി വന്നു. അതോടുകൂടി സ്പെയർ പാർട്സിംഗ് രംഗത്ത് അതിൻ്റെ വിൽപ്പനയിലും പോപ്പുലർ ഓട്ടോമൊബൈൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊന്നായി മാറി. വിറ്റുവരവ് വർദ്ധിച്ചു. ഈ ബിസിനസ്സുകളിൽ ഉയർച്ച താഴ്ചകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന തിരിച്ചറിവിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ചെയ്തു: ലാഭകരമായ ഒരു സ്ഥിര നിക്ഷേപം. അങ്ങനെയാണ് വടക്കേ മലബാറിൽ ഹോസ്ദുർഗ് താലൂക്കിൽ കർണാടക സ്റ്റേറ്റിൻ്റെ അതിർത്തിയോട് തൊട്ടുകിടക്കുന്നതും 1500-ൽ പരം ഏക്കർ വിസ്തീർണമുള്ളതുമായ സ്വകാര്യ വനഭൂമി വാങ്ങിയത്. അതിൽ റബ്ബർ, കാപ്പി, ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ആരംഭിച്ചതും ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്തു. തുടക്കത്തിൽ KP പോൾ സ്വന്തം നിലയിൽ തുടങ്ങിയതും പിന്നീട് പ്രായപൂർത്തിയായവരും അല്ലാത്തവരുമായ എല്ലാ സഹോദരന്മാരെയും ചേർത്ത് പാർട്ട്ണർഷിപ്പ് ആയി രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിരുന്നു പോപ്പുലർ ഓട്ടോമൊബൈൽസ്. 1951-ൽ രജിസ്റ്റർ ചെയ്ത ആ പാർട്ട്ണർഷിപ്പ് 1971 വരെയുള്ള 2 ദശകങ്ങളിൽ അത് വൻ പുരോഗതി കരഗതമാക്കി. തൃശ്ശൂർ നഗരത്തിൽ ഒരു ചെറിയ പീടിക മുറിയിൽ നിന്നും ആരംഭിച്ച ആ പ്രസ്ഥാനം ഇന്ന് ആഗോള വ്യാപകമായി അംഗീകാരമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളിൽ സാധാരണ സംഭവിക്കാറുള്ളതുപോലെ ഇവിടെയും സംഭവിച്ചു. ആദ്യത്തെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് 1971 പോളിൻ്റെ സഹോദരനും പാർട്ട്ണർമാരിൽ ഒരാളുമായ KP വാറുണ്ണിയും 1975-ൽ പോളിൻ്റെ ഇളയ സഹോദരൻ KP തീമോത്തിയും പിരിഞ്ഞ് സ്വന്തം നിലയിൽ ബിസിനസ് ആരംഭിച്ചു. ഇതേ തുടർന്ന് മക്കളായ ഫ്രാൻസിസിനെയും ജോണിയെയും അനുജൻ തോമസിൻ്റെ മകൻ സാജുവിനെയും ചേർത്ത് പാർട്ട്ണർഷിപ്പ് പുനഃസംഘടിപ്പിച്ചു. കയറ്റുമതി രംഗത്ത് ഏറെ ശ്രദ്ധേയരാണ് പോപ്പുലർ. ഇവരുടെ എക്സ്പോർട്ട് ഡിവിഷനിലൂടെ ഓട്ടോമൊബൈൽ യന്ത്രങ്ങൾ യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ആസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. സ്വന്തം സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ആരംഭിച്ചതാണ് കുറ്റൂക്കാരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. എന്നാൽ ഏറെ നാളുകളായി അത് പുറത്തു നിന്നുള്ളവർക്കും പ്രവേശനം നൽകി വരുന്നുണ്ട്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ നടത്തുന്നത്. കൂടാതെ ഫാഷൻ ഡിസൈനിങ്, മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളും പരിശീലിപ്പിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി ഒരു ട്രസ്റ്റ് നടത്തുന്ന പോപ്പുലർ പബ്ലിക് സ്കൂൾ ഏറെ ശ്രദ്ധേയമാണ്. സ്വന്തം സ്ഥാപനങ്ങളെ കമ്പ്യൂട്ടർവൽക്കരിക്കാനായി തുടങ്ങിയ ഡിവിഷൻ പിന്നീട് ഇൻഫോടെക് എന്ന പേരിൽ സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഡിവിഷനായി മാറി. നീണ്ടകാലത്തെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ആർജിച്ച ജനവിശ്വാസമാണ് പോപ്പുലറിൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണമായത്. അതിനിടെ തന്ത്രപരമായ ഏറ്റെടുക്കലുകളും കമ്പനിയെ വലുതാക്കി മാറ്റി. വൈവിധ്യവൽക്കരണം കൂടിയായപ്പോൾ വാഹന വിപണിയിലെ ഏറ്റവും മത്സരക്ഷമതയുള്ള സ്ഥാപനവും പോപ്പുലർ തന്നെയായി. കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്ത്, UP, മഹാരാഷ്ട്ര തുടങ്ങിയ ഉത്തരേന്ത്യയിലേതുൾപ്പെടെയുള്ള വിപണികളിലും കമ്പനിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മുതൽ ട്രക്കുകൾ വരെയുള്ളവരുടെ വിൽപ്പനയും സർവീസിങ്ങും നടത്തുന്ന പോപ്പുലർ പ്രീ ഓൺഡ് വാഹനങ്ങളുടെ വിൽപ്പന, പരസ്പര കൈമാറ്റം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും നൽകി വരുന്നുണ്ട്. വാഹനങ്ങളുടെ അനുബന്ധ ഘടകങ്ങളും മറ്റും വിതരണം ചെയ്യുന്ന കമ്പനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളും ധനസേവന ഉൽപ്പന്നങ്ങളും വിപണനം നടത്തുന്നുമുണ്ട്. കടന്നുപോയ വർഷത്തെ കണക്കനുസരിച്ച് 61 ഷോറൂമുകളാണ് ഇന്ന് ഗ്രൂപ്പിനുള്ളത്. വിൽപ്പനശാലകളും ബുക്കിംഗ് ഓഫീസുകളുമായി 133 കേന്ദ്രങ്ങൾ വേറെയും. പ്രീ ഓൺഡ് വാഹന ഷോറൂമുകൾ 32 എണ്ണം, സർവീസ് സെൻ്ററുകളുടെ എണ്ണം 139, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ 42, വെയർഹൗസുകൾ 24. ഇവയ്ക്കെല്ലാം പുറമെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിപുലമായ ശൃംഖലകളും ഉണ്ട്. സത്യത്തിൽ KP പോളിനെ പോലെയുള്ള വിഷണറിമാരാണ് ഒട്ടേറെ മാറ്റങ്ങളിലൂടെ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഓരോ ദേശത്തും ഇത്തരമൊരു വിഷണറി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ഗുഡ് ബൈ.